السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. പ്രിയ സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ചില സുന്നത്തുകളാണ് പറഞ്ഞു വന്നത്. മനസാന്നിധ്യത്തോടുകൂടി ഖുശൂഅോടുകൂടി നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ കാരണങ്ങളും പറഞ്ഞു. ഇനി പറയാനുള്ളത്, ഖുശൂഅ് ലഭിക്കാൻ നമ്മൾക്ക് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന ചുരുക്കം ചില കാര്യങ്ങൾ. ഇവിടെ ഹാഷിക്കാരും മറ്റുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവര് അത്തരം മാഷികളും മറ്റുമൊക്കെ നോക്കി മനസ്സിലാക്കുന്നത് നന്ന്. ഇവിടെ ചുരുക്കം ചില കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വമിമ്മാ യുഹസ്സിലുൽ ഖുശൂഅ, നേരത്തെ പറഞ്ഞ ഖുശൂഅ് കരസ്ഥമാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ മഹാനായ മഖ്ദൂം തങ്ങൾ അവർകൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഖുശൂഅ് ഉണ്ടാകാൻ പറ്റുന്ന നല്ലൊരു കാര്യം ഇസ്തിഹ്ലാറുഹു, ഈ നിസ്കാരത്തിൽ പ്രവേശിക്കാൻ പോകുന്ന വ്യക്തി ഹാളറാക്കുക, മനസ്സിൽ ഹാളറാക്കുക. എന്ത് ഹാളറാക്കുക? അന്നഹു, താൻ, ഈ നിസ്കരിക്കാൻ നിൽക്കുന്ന ഞാന് എവിടെയാണുള്ളത്? ബൈന യദൈ മലിക്കിൽ മുലൂക്ക്, സർവരാജാക്കന്മാരുടെയും രാജാവാകുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തിരുമുമ്പിലാണ് ഞാൻ ഇപ്പോഴുള്ളത് എന്ന കാര്യം മനസ്സിൽ ഹാളറാക്കുക. സർവരാജാക്കന്മാരുടെയും രാജാവ് എന്ന് പറഞ്ഞാ പോരാ, അല്ലതി, എങ്ങനെയുള്ള രാജാവാണ്? യഅലമു സിർറ വ അഖ്ഫാ, വളരെ ഹൃദയത്തിന്റെ ഉള്ളിൽ മറച്ചു വെച്ചതും മറ്റൊരാളെയും അറിയിക്കാതെ സ്വകാര്യമാക്കുന്നതുമായ കാര്യങ്ങൾ വരെ അറിയുന്നവനായ, കണ്ണുകൊണ്ട് കട്ടുനോക്കുന്ന കട്ടുനോട്ടം തൊട്ട് കൽബിന്റെ ഉള്ളിൽ വരുന്ന വികാരങ്ങൾ വരെ അറിയുന്നവനായ സർവജ്ഞനും സർവശക്തനുമായ രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ് എന്ന കാര്യം മനസ്സിൽ വിചാരിച്ചാൽ തന്നെ ഖുശൂഅ് വരും. പക്ഷെ ആ വിചാരം വരാനാണ് ഇപ്പൊ പ്രശ്നം. ഏത്? ഞാൻ ഇപ്പോൾ എവിടെയാണ് എന്ന ബോധം നമുക്കില്ല എന്നതാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തില്ല. നമ്മളെ സംബന്ധിച്ച് ഓരോരുത്തരും നമ്മളെ സ്വന്തം നഫ്സിനോട് ചോദിച്ചാൽ അറിയാം, ഞാൻ ഇപ്പോൾ ഇങ്ങനെയുള്ള അല്ലാമുൽ ഗുയൂബവും സർവശക്തനുമായ ഒരു മഹാരാജനായ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നേരെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് മാത്രമല്ല, യുനാജീഹി, അങ്ങനെയുള്ള സർവജ്ഞനായ വിചാരങ്ങൾ പോലും അറിയുന്ന റബ്ബിനോടാണ് ഞാൻ സംഭാഷണം നടത്തുന്നത്. നേരെ അഭിമുഖമായി സംഭാഷണം നടത്തുമ്പോഴാണ് മുനാജാത്ത് എന്ന് പറയാം. കൂടിക്കാഴ്ച, നേരിലുള്ള അഭിമുഖ സംഭാഷണം. അപ്പൊ അള്ളാഹു തമ്പുരാനോട് ഞാൻ അഭിമുഖമായി മുനാജാത്ത് ചെയ്യുകയാണ്. അതോടുകൂടി എന്റെ മനസ്സിനെ അവൻ അറിയുകയും കാണുകയും ചെയ്യും എന്ന് മാത്രമല്ല, അന്നക്ക, നീ, നിന്റെ അവസ്ഥ, റുബ്ബമാ തജല്ല അലൈഹി ബിൽ ഖഹ്രി,
അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഇബാറത്ത് ലാ തർക്കിൽ ഖുശൂഅ് അങ്ങനെയൊക്കെ അന്നഹു ഇസ്തിഹ്ബാറു അന്നഹു സുബ്ഹാനഹു റബ്ബമാ തജല്ല അലൈഹി അലാ തർക്കി അലാ മൻ തറക്കൽ ഖുശൂഅ ബിസിഫത്തിൽ ഖഹരി ഒരു വല്ലാത്ത ഇബാറത്താണ്. ആദ്യമൊക്കെ പറഞ്ഞ നല്ല കോലത്തിലേനി അന്നഹു ബൈനയദയിൽ മലിക്കുൽ മുലൂക്ക്, ഈ വ്യക്തി ഞാൻ ഓരോരുത്തരും മഞ്ഞൊരു മനുഷ്യനായിട്ട് കണ്ടിട്ട് സർവാധിരാജനായ രഹസ്യപരസ്യങ്ങളെല്ലാം അറിയുന്നവനായ രാജാവിന്റെ മുന്നിലാണ് എന്നും ആ രാജാവിനോടാണ് താൻ സംഭാഷണം നടത്തുന്നത് എന്നും മനസ്സിൽ ഹാളിറാക്കുക. പിന്നെയാണ് അന്നക്ക എന്ന് പറഞ്ഞോർത്താണ് ഇപ്പൊ ഈ പ്രശ്നം വന്നിട്ടോ ആലൂരെ. അവിടെ അച്ചടിയിൽ വന്ന ഒരു അബദ്ധമാണ്. അന്നഹു റുബ്ബമാ തജല്ല അലൈഹി ബിൽ ഖഹരി എന്ന് തന്നെയാണ് വേണ്ടത്. അത് പലപ്പോഴും കേറുന്ന പിശാചിന്റെ കൂട്ടത്തിൽ കേറിയ ഒരു അച്ചടി പിശാചാവുന്നു അന്നക്ക എന്നത്. ആലൂരിന് മനസ്സിലായോ? അന്നക്ക എന്ന് പറഞ്ഞാൽ ഇതുവരെ അന്നഹു 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 എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടക്ക് അന്നക്ക എന്ന് പറഞ്ഞാൽ പിന്നെ അലൈഹി എന്ന് പറഞ്ഞാൽ ലമീർ മടങ്ങാൻ മർജിയിലേ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ അന്നഹു എന്നോടത്ത് അല്ല, അന്നക്ക എന്നോടത്ത് അന്നഹു എന്നാക്കണം. മറ്റേത് അച്ചടിയിൽ വന്ന പിഴവാവുന്നു. അന്നക്ക എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞോടത്ത് കർത്തഫ് ചെയ്യാനും പറ്റൂല, അലൈഹി എന്ന് പറഞ്ഞ ലമീർ മടക്കാനും പറ്റൂല. അതാ പ്രശ്നം. മനസ്സിലായില്ലേ? നേരത്തെ നോക്കിയേക്കാത്തോണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ നോക്കി നാളത്തെ യുക്കറു യുക്കരിറു എന്ന് പറഞ്ഞോടത്ത് അന്ന് അവിടെ യുക്റഹു എന്ന് എഴുതിയേക്കുള്ള ഒരബദ്ധാണ്. വഅന്നഹു റുബ്ബമാ തജല്ല അലൈഹി, ആര് അന്നഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് മുനാജാത്ത് ചെയ്യുന്ന ഈ വ്യക്തി, അവൻ ഭയഭക്തിയില്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ റുബ്ബമാ തജല്ല അലൈഹി, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മേൽ വെളിപ്പെട്ടെന്ന് വരും. തജല്ലി, റബ്ബിന്റെ തജല്ലിയാത്ത് ഉണ്ടായെന്ന് വരും. എന്തുകൊണ്ടിട്ടോ തജല്ലി? ബിൽ ഖഹരി, അല്ലാഹു തആലയുടെ ഖഹരിയത്ത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും മഗ്ഫിറത്തും ഫദ്ലും ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും മഗ്ഫിറത്തും ഒക്കെ ലഭിക്കാൻ വേണ്ടി നിൽക്കുന്ന മനുഷ്യൻ ഖുശൂ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് അതിന്റെ പേരിൽ അള്ളാഹുവിനോട് ചെയ്യേണ്ട അദബ് പാലിക്കാതെ എല്ലാം അറിയുന്ന റബ്ബിന്റെ മുന്നിൽ വെച്ച് വേണ്ടാത്ത ചിന്തയുമായി നിസ്കരിച്ചാൽ അല്ലാഹു തആല അത്തരക്കാരുടെ പേരിൽ ഖഹരിയത്ത് കൊണ്ട് വെളിവാകാൻ സാധ്യതയുണ്ട്. എന്തിനാണ് ഖഹരിയത്ത് കൊണ്ട് വെളിവാകുന്നത്? ബിഅദമിൽ ഖിയാമി ബിഹഖി റുബൂബിയത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അവൻ ഉടമക്കാരനും പോറ്റിപ്പരിപാലിച്ച് സംരക്ഷിക്കുന്നവനുമായ റബ്ബിനോടുള്ള കടമ, ഉള്ളും പുറവും അറിയുന്ന സർവജ്ഞനും സർവശക്തനുമായ തന്റെ ഉടമക്കാരനും രക്ഷിതാവുമായിരിക്കുന്ന റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു കടമുണ്ട്. ആ കടമ, ആ ഹക്ക് നിലനിർത്താതെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് വേണ്ടാത്ത അനാവശ്യ ചിന്തകൾ, ആ അനാവശ്യ ചിന്തകളിൽ മുഴുകിയ സമയത്ത് അള്ളാഹു തന്റെ ഖഹരിയത്ത് കൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഫറദ്ദ അലൈഹി സ്വലാത്തുഹു, അത് മുഖേന തന്റെ നിസ്കാരം തന്നിലേക്ക് തന്നെ ചുരുട്ടിപ്പിടിച്ച് മലായിക്കത്ത് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെട്ട് തന്നിലേക്ക് തന്നെ ആ നിസ്കാരത്തെ മടക്കി വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള വസ്തുതകളെ കുറിച്ച് മനസ്സിൽ ഹാദിറാക്കലാണ്
ഖുശൂഅ് ലഭിക്കാൻ സഹായകമാവുന്ന ഏറ്റവും നല്ലത്. പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ അൽ ഫഖീ ഇസ്മാഈലുൽ മുഖ്രി റഹ്മഹുല്ലാഹു തആല വലിയ സൂഫിയനായ വലിയും ഷെയ്ഖുമാണ്, അതോടുകൂടി അറിയപ്പെട്ട ഫഖീഹുമാണ് ബഹുമാനപ്പെട്ട ഇസ്മാഈലുൽ മുഖ്രി റഹ്മഹുല്ലാ. ഇതേ അർത്ഥത്തിന് അവിടെ പറയാം, തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി തളില്ലു വഖദ് അത്മംതഹാ ഗൈറ ആലിമി تزيد احتياطا ركعة بعد ركعة فويلك تدري من يناجيه معرضا وبين يدي من تنحني غير مخبتي تخاطبه إياك نعبد مقبلا على غيره فيها لغير ضرورتي ولو رد من ناداك للغير طرفه تميزت من غيظ عليه وغيرتي أما تستحي من مالك الملك أن يرى صدودك عنه يا قليل المروة إله اهدنا في من هديت وخذ بنا إلى الحق نهجا في سواء الطريقة. പാട്ടുകാരനൊന്നും അറിയില്ല. അപ്പൊ നമ്മളെ കാവുമ്പടി സ്ഥലമൊക്കെ ചെല്ലണപ്പ വെയ്ത്തുന്നാല് അതൊരു സംഗതിക്കാരം നമുക്ക് പിന്നെ വലിയ ബെജ്ജ എന്നാലും വായിച്ചതാ. എന്താ പറയുന്ന അറിയാം. തുസല്ലി, എടോ താൻ നിസ്കരിക്കുന്നു, ബിലാ ഖൽബിൻ, മനസാന്നിധ്യമില്ലാതെ നിസ്കരിക്കുന്നു, സ്വലാത്തൻ, ഒരു ജാതി നിസ്കാരം, അങ്ങനെ ഒരു ജാതി നിസ്കാരം മനസാന്നിധ്യമില്ലാതെ നീ നിസ്കരിക്കുന്നു. എങ്ങനത്തെ നിസ്കാരാന്നറിയോ? ബിമിസ്ലിഹ, ഇത്തരത്തിലുള്ള നിസ്കാരം കൊണ്ട് യകൂനുൽ ഫത്താ, ഒരു വ്യക്തി ആയിത്തീരും, മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി, അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രീഭൂതനായി പോവും. സംഗതി പുണ്യകർമ്മമായ നിസ്കാരാണ് നിസ്കരിക്കുന്നത്. പക്ഷേ മനസാന്നിധ്യമില്ലാതെ നിസ്കരിക്കുന്ന ഒരു രണ്ടാം കട നിസ്കാരമായത് കൊണ്ട് തന്നെ അത്തരം നിസ്കാരം കൊണ്ട് പ്രതിഫലം കിട്ടില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് അത് കാരണമായി പോകും. തളില്ലു, നീ ആയിത്തീരും, വഖദ് അത്മംതഹ, നിസ്കാരം പൂർത്തിയാക്കിയാണ് 4 റക്അത്തൊക്കെ നിസ്കരിച്ചാണ്. അപ്പോ നീ ആയിത്തീരും, എന്തായിത്തീരും? ഗൈറ ആലിമിൻ, എത്ര നിസ്കരിച്ചു എന്ന് അറിയില്ല, ആ കോലത്തിലാ. എന്നിട്ട് തസീദു, നീ എത്തുന്നു, എത്തിയാത്ത സൂക്ഷ്മതയ്ക്ക് വേണ്ടി റക്അത്തൻ ബഅദ റക്അത്തി എന്ന് പറഞ്ഞാൽ 2ഓ 3ഓ സംശയം, ഒന്ന് നിസ്കരിച്ചു, അപ്പോഴും സംശയം, പിന്നെ ഒന്നുകൂടി നിസ്കരിച്ചു. ഇങ്ങനെ അഥവാ താൻ എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന കാര്യം പോലും ഓർമ്മയില്ലാതാകുമാർ നിസ്കാരത്തിൽ നിന്നും മനസാന്നിധ്യം നഷ്ടപ്പെട്ടുകൊണ്ട് കേവലം ബാഹ്യ ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു തരം നിസ്കാരം, അതുകൊണ്ട് പ്രതിഫലം ലഭിക്കില്ലെന്ന് മാത്രമല്ല ശിക്ഷ ലഭിക്കാനാണ് കാരണമാവുക. ഫവൈലക്ക, അയ്യോ പാപമേ, തെതിരി, നിനക്കറിയാമോ, മൻ തുനാജീഹി, ആരോടാണ് നീ സംഭാഷണം നടത്തുന്നത് എന്ന കാര്യം നിനക്കറിയാമോ? എങ്ങനെയാണ് സംഭാഷണം നടത്തുന്നത്? മൊഴിവൻ, നീ മറ്റൊരാളിലേക്ക് തിരിഞ്ഞുകൊണ്ട്, ആ മുനാജാത്ത് ചെയ്യുന്ന റബ്ബിൽ നിന്നിട്ടും തിരിഞ്ഞു കളഞ്ഞുകൊണ്ട് മുനാജാത്ത് ചെയ്യുന്നു. കേട്ടോ, ആരെ തൊട്ടാണ് തിരിഞ്ഞു കളഞ്ഞ് മറ്റു കാര്യങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ട് നീ മുനാജാത്ത് ചെയ്യുന്നത് എന്ന കാര്യം നിനക്കറിയാമോ? എന്നതുപോലെ ബൈനദൈമൻ, ആരുടെ മുന്നിലാണ് തൻഹനി നീ റുക്കൂഉം സുജൂദും ഒക്കെ ചെയ്യുന്നത് എന്ന് വളരെ മുഹബത്തി, അള്ളാഹുവിന് ഭയപ്പെടാതെ, അള്ളാഹുവിന് ഭയപ്പെട്ട് അവനെ അനുസരിച്ച് താഴ്മ ചെയ്തുകൊണ്ടല്ല, മനസ്സെവിടെയോ നിന്നുകൊണ്ട് വെറുതെ കൊമ്പിടുന്നു. ആരുടെ മുന്നിലാണെന്ന് അറിയാമോ? തുഹാത്തിബുഹു, മാത്രമല്ല ആ റബ്ബിനോട് നീ ഖിതാബായിട്ട് അഭിമുഖമായി പറയാണ്, ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രമാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് പറയുന്നു. എങ്ങനെ പറയുന്നു? മുഖ്മിലൻ അലാ ഗൈരിഹി ഫിയാ, അതേ നിസ്കാരത്തിൽ മറ്റൊരാളിലേക്കാണ് നീ മനസ്സുകൊണ്ട് മുന്നിടുന്നത്. വേറൊരാളിലേക്ക് മനസ്സുകൊണ്ട് മുന്നിട്ടുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു, നിനക്കാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. ലിഗൈരി ളറൂറത്തി, ഒരു അടിയന്തരാവസ്ഥയും ഒരു അത്യാവശ്യ ഘട്ടത്തിലും അല്ലല്ലോ പറയുന്നത്. വെറുതെ അനാവശ്യമായി നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും നീ മനസ്സുകൊണ്ട് മറ്റൊരാളിലേക്കാണ്. നിന്റെ സ്വന്തം അവസ്ഥ ചിന്തിച്ചു നോക്ക്. വലോ റദ്ദമൻ, ഒരാളെങ്ങാനും തിരിക്കുകയാണെങ്കിൽ, എങ്ങനത്തെ ആളാണ്? നാജാക്ക,
നീയുമായി സംഭാഷണം ചെയ്യുന്ന ഒരു രണ്ടാമത്തെ വ്യക്തിയെ നീ സങ്കല്പിക്കുക. ആ വ്യക്തി തിരിക്കുകയാണെങ്കിൽ ലിൽ ഗൈരി, നീയല്ലാത്ത വേറൊരാളിലേക്ക് തുർഫഹു, അവന്റെ കണ്ണിനെ. നീ ഒരു വ്യക്തിയോട് സംഭാഷണം നടത്തുന്നു, ആ വ്യക്തി നിന്നോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ വേറൊരാളിലേക്ക് ഇങ്ങനെ കട്ടു നോക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? തമയ്യസ്ത മിൻ ഗൈറിൻ അലൈഹി, അവനോടുള്ള കോപം കൊണ്ട് നീ അവനിൽ നിന്നിട്ട് വിട്ടുപിരിയും. വഗീറത്തി, വെറുപ്പുകൊണ്ടും. കാരണം എന്താ? നിന്റെ മുഖത്തേക്ക് നോക്കി സംഭാഷണം നടത്തേണ്ട മനുഷ്യൻ നിന്നോട് ആ സംഭാഷണം പക്ഷെ നോക്കണ വേറൊരുത്തിന്റെ മുഖത്തേക്കാ. അങ്ങനത്തോരോട് സംഭാഷണം ചെയ്യാൻ നിൽക്കുകയല്ല ചെയ്യുക, അവനോട് വെറുത്ത് ദേഷ്യം പിടിച്ചുകൊണ്ട് അവനുമായി വിട്ടുപിരിയാ ചെയ്യാം. എങ്കിൽ സർവനാഥിനാഥനായ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ അവനോട് നീ ഇയ്യാക്കഅബ്ദു ഉൾപ്പെടെ അഭിമുഖമായി സംസാരിക്കുമ്പോൾ നിന്റെ മനസ്സ് വേറൊരുത്തന്റെ കൂടെയാണെങ്കിൽ അല്ലാഹു തആല എന്ത് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്? അമാ തസ്തഹി, നിനക്ക് നാണമില്ലേ? നീ മാലിക്കിൽ മുൽക്കി, സർവാധികാരങ്ങളുടെയും ഉടമക്കാരനാവുന്ന റബ്ബിനെ തൊട്ട്, അയ്യറ, ആ റബ്ബ് കാണുന്നതിനെ തൊട്ട് നീ ലജ്ജിക്കുന്നില്ലേ? സുദൂദക്കൻഹു, നീ അവനെ തൊട്ട് മറ്റൊരാളിലേക്ക് തിരിഞ്ഞു കളയുന്നത് അവൻ കാണുന്നുള്ള കാര്യത്തിൽ നിനക്ക് നാണം തോന്നുന്നില്ലേ? യാ ഖലീലൽ വുറൂത്തി, മാന്യതയില്ലാത്ത മനുഷ്യ. ഇത് നമ്മൾ ഓരോരുത്തരെ പറ്റിയാ, വേറൊരുത്തരെ പറ്റിയല്ല പറയുന്നത്, നമ്മുടെ സ്വന്തം നഫ്സിനോട് പറയേണ്ടതാണ്. എന്നിട്ട് അവസാനം പറയാൻ, ഇലാഹി, രക്ഷിതാവേ, ഇതിന ഫീമൻ ഹദൈത, നീ ഹിദായത്ത് കൊടുത്ത മഹാന്മാരായ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നീ ഹിദായത്ത് തന്ന് സഹായിക്കണമേ. വഹുദ്ബിന, ഞങ്ങളെ നീ നയിക്കണമേ, ലിൽ ഹഖ്, സത്യത്തിലേക്ക്, സത്യമാർഗത്തിലേക്ക് നയിക്കണമേ. ഫീ സവായി ത്വരീഖത്തി, നേരായ മാർഗത്തിലുള്ള സത്യവഴിയിലേക്ക് ഞങ്ങളെ നീ ഹിദായത്താക്കി നയിക്കണമേ അല്ലാ. അപ്പൊ ഇത് തന്നെ ചുരുക്കി പറഞ്ഞതിന്റെ അർത്ഥം, അതായത് മറ്റൊരു അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യുന്നു, അതേ സമയത്ത് നിന്റെ മനസ്സ് വേറെ എവിടെയോ ആണ്. നീ ഖുശൂഅല്ല, നീ ചെയ്യുന്ന കാര്യത്തിലല്ല ചിന്തിക്കുന്നത്, വേറൊന്നിലേക്കാണെങ്കിൽ അല്ലാഹു തആല ഖഹരിയത്ത് കൊണ്ട് വെളിപ്പെട്ട് ആ ഇബാദത്തിനെ ചുരുട്ടിപ്പിടിച്ച് നിന്നിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ എന്തായിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ബോധപൂർവം നിസ്കരിച്ചാൽ ഖുശൂ ഉണ്ടാകാൻ അത് സഹായകമാകും എന്ന്. അല്ലാമത്തുൽ ഫഖീഹ് ഇസ്മായിൽ മുഖ്രി റഹ്മഹുല്ലാഹ് യമൻകാരനാണ്, വലിയ സൂഫി വര്യനായ ഷെയ്ഖാണ്, അതോടുകൂടി ഷാഫി മദ്ഹബിലെ ഫുഖഹായിൽ എണ്ണപ്പെടുന്ന ഒരു വലിയ മഹാനുമാണ്. ആട്ടെ, ഇനി മറ്റൊരു സവാൽ പറയും. വഖാല സയ്യിദി അൽ ഖുതുബുൽ ആരിഫി ബില്ലാഹ് മുഹമ്മദുൽ ബക്കരി റളിയല്ലാഹു തആല അൻഹു, അത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഷെയ്ഖും കൂടിയാണ്, മഹാനായ സയ്യിദുൽ ബക്കരി മുഹമ്മദുൽ ബക്കരി റഹ്മഹുല്ലാഹ്. എന്തു പറയുന്നു? ഇന്ന മിമ്മാ യൂരിസുൽ ഖുശൂഅ, ഖുശൂഅനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഇതാലത്തുർ റുകൂഇ വസ്സുജൂദി, ദീർഘനേരം റുകൂഇനെയും സുജൂദിനെയും നീട്ടുക എന്നത് ഖുശൂ ഉണ്ടാകാൻ സഹായകമാണ് എന്ന് പറഞ്ഞാൽ ഓരോ മഹാന്മാരും ഓരോ കാര്യങ്ങൾ ഉപദേശിക്കുകയാണ്. പണ്ട് കക്കിടിപ്പുറത്തിനോട് ചോദിച്ചവരപ്പുറം മഹാനവർകളോട് നിസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നില്ലല്ലോ, അതിനെന്താണ് ഒരു വഴി എന്ന് ചോദിച്ചപ്പോ മഹാനവർകള് ഒറ്റ വാക്ക് പറഞ്ഞ മറുപടി, ആരൂരെ, കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഞമ്മക്കൊക്കെ സാധിക്കാത്തതും അത് തന്നെയാണ്. നാം കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുവരുത്തി ആ ഹലാല് മാത്രമേ ഞാൻ കഴിക്കൂ എന്ന് ഒരാൾ തന്റെ ജീവിതത്തിൽ കണിശത പാലിച്ചാൽ തീർച്ചയായും അവന്റെ നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കും. ഖുശൂ ലഭിക്കും. ഇന്ന് നമുക്ക് ഖുശൂ കുറയാനുള്ള പ്രധാന കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം അതാണ് താനും. അതായത് നമ്മുടെ ഭക്ഷണം പലപ്പോഴും നസ്സ് ഹറാമായിരിക്കും. ഇനി നസ്സ് ഹറാമ് വേണ്ട എന്ന് വെച്ചാൽ തന്നെ വളരെ കൂടുതലും ശുബ്ഹത്ത് കൂടിക്കലർന്നതല്ലാത്ത ഭക്ഷണം ഒരർത്ഥത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഖുശൂ എന്നത് ഒരു വല്ലാത്ത പ്രയാസകരമായ അവസ്ഥയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുശൂഅോടുകൂടി നിസ്കരിക്കാൻ തൗഫീഖ് തരട്ടെ. ഖുശൂ പറഞ്ഞതിന്റെ മായന പണ്ട് പറഞ്ഞോർത്ത് വെക്കട. പ്രത്യക്ഷത്തിലുള്ള ഖുശൂ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ കൽപ്പിക്കപ്പെട്ടതല്ലാത്ത ഒരു പ്രവൃത്തിയും അവയവങ്ങളെ കൊണ്ട് ചെയ്യാതിരിക്കുക, താൻ എന്താണോ പറയുന്നത് ചെയ്യുന്നത് ആ രംഗത്തിലെ മാത്രം ചിന്ത കൊണ്ടുവരിക.
അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചിന്ത പോകാതിരിക്കുക. അത് ഹയറായ കാര്യത്തിലാണെങ്കിൽ പോലും താൻ ചെയ്യുന്ന കാര്യത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടല്ലാതെ അപ്പുറം ഇപ്പുറം നീണ്ടുപോകുന്ന ചിന്ത വരാതിരിക്കുക. അങ്ങനെ മനസ്സിനെയും ശരീരത്തെയും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിയന്ത്രിച്ചു നിർത്തുക എന്നതാണ് നിസ്കാരത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന ഖുശൂ. ഇനി മറ്റൊരു സുന്നത്ത്, ഇത് നിസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ്? ഖുശൂഅോടുകൂടെയാണ്. ബി ഖൽബിഹി വ ബി ജവാരിഹി എന്ന് പറഞ്ഞില്ലേ, അവയവങ്ങളെ കൊണ്ടും ഹൃദയം കൊണ്ടും ഖുശൂഅോടുകൂടി നിസ്കാരത്തിൽ പ്രവേശിക്കുക. അതോടുകൂടി വതദബ്ബുരി ഖിറാഅത്തിൻ, താൻ ഓതുന്നതിനെ അർത്ഥം ചിന്തിച്ചുകൊണ്ടാവുക. ചുരുങ്ങിയൊരർത്ഥം, അല്ലാതെ അതിന്റെ ആഴത്തേക്ക് ഇറങ്ങിപ്പോകല്ല. ഐ തഅമ്മുലി മഅനിഹ, താൻ ഓതുന്ന ഭാഗത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചവനായി കൊണ്ടോതുക. അത് ഖുശൂ ഉണ്ടാകാനും സഹായിക്കും, നിസ്കാരത്തിൽ പ്രതിഫലം ലഭിക്കാനും അത് സഹായകമാണ്. ഖാലതആല, അല്ലാഹു തആല പറയുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആന, എന്തുകൊണ്ട് അവർക്ക് ഖുർആൻ ചിന്തിച്ചുകൊണ്ട് ഓതിക്കൂടാ? ചോദിക്കാം, എന്താ നിങ്ങൾക്ക് അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതിക്കൂടെ? അപ്പൊ അല്ലാഹു തആല അർത്ഥം ചിന്തിച്ച് ഓതണം, എന്താണ് നിങ്ങൾക്ക് അതിന് തടസ്സം എന്നാണ് എന്നല്ല ചോദിക്കുന്നത്. ഇങ്ങനെ ഖുർആനിൽ അല്ലാഹു തആല അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ ആജ്ഞാപിച്ചു എന്ന് മാത്രവുമല്ല, വലിയ നബിഹി, ഈ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതൽ കൊണ്ടാണ് യക്മുലു, പൂർണ്ണമാകുന്നത്, മഖ്സൂദുൽ ഖുശൂ, ഖുശൂ ആവുന്ന ലക്ഷ്യം. ഖുശൂവിന്റെ ലക്ഷ്യം എന്നല്ല, ഖുശൂ ആവുന്ന ലക്ഷ്യം. ഇളാഫത്ത് ബയാനിയായിട്ടാണ് ആരൂര്. ഖുശൂ ആവുന്ന ലക്ഷ്യം, അതായത് നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് യഥാർത്ഥത്തിലുള്ള നിസ്കാരത്തിന് ഖുശൂവോടുകൂടിയുള്ള നിസ്കാരം, അത് പൂർത്തിയാകാൻ സഹായിക്കണമെങ്കിൽ താൻ ചൊല്ലുന്ന കാര്യങ്ങളും ഓതുന്ന കാര്യങ്ങളും അർത്ഥം ചിന്തിച്ചുകൊണ്ടായിരിക്കണം. ഖുർആന് മാത്രമല്ല, അഞ്ച് പറയുന്നുണ്ട്, വതദബ്ബുരി ദിക്രിൻ, കണ്ടോ, താൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റിനെയും അർത്ഥം ചിന്തിച്ചുകൊണ്ടായിരിക്കുക. അല്ലാതെ ഖുർആൻ ഓതുമ്പോൾ മാത്രം ചിന്തിച്ച് ബാക്കിയുള്ളവർക്ക് പോകാന്നല്ല. ഖുർആൻ ഓതുമ്പോൾ അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ടും പിന്നീട് ദിക്ർ ദുആകൾ ചൊല്ലുമ്പോൾ അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ടും ആയിരിക്കുക. ഖിയാസൻ അൽ ഖിറാഅത്തി, ഖുർആൻ അല്ലാഹു തആല പറഞ്ഞതാണ്, ദിക്ർ ദുആകൾ അയിമ ഖിയാസാണ് എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്ന സ്ഥലത്ത് ഖുശൂ കിട്ടണമെങ്കിൽ താൻ ചെയ്യുന്നത് എന്താണ്, താൻ പറയുന്നത് എന്താണെന്ന് അറിയണമല്ലോ. അപ്പൊ അത് ചിന്തിച്ചുകൊണ്ടായിരിക്കുക. പക്ഷെ അവിടെയൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ചിന്തയിൽ നീണ്ടുപോകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ താൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചിന്തയും മുന്നോട്ട് പോകണം. അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരുത്തി കുടുങ്ങി പോകാൻ പാടില്ല. മനസ്സിലായില്ലേ? അതാണ് ഇപ്പൊ ഈ അർത്ഥം അറിയുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അർത്ഥം അറിയാത്തവർക്ക് അതിലേറെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, അർത്ഥം അറിയാത്തവർ എങ്ങനെയാ അർത്ഥം ചിന്തിച്ചോതിന്? ഇന്ന് അർത്ഥം അറിയണോലോ അർത്ഥം ചിന്തിച്ചാൽ എവിടെയെങ്കിലും കുടുങ്ങായ്യ. മാലിക് യൗമിദ്ദീൻ എന്ന് എത്തിയപ്പം ആ മഹ്ശറിനെ പറ്റിയാണ് ചിന്തിക്കാൻ തുടങ്ങി. നോക്കിക്കോളി, നല്ല ചിന്തയാണ്. മഹ്ശറയിലുള്ള ആ പരിഭ്രമകരമായ അവസ്ഥ, അതിലൊരു വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കൊടുക്കുന്നത്, കിതാബ് ഇങ്ങനെ കൊടുക്കുന്നു, ചിലർക്ക് വലത്തെ കൈ കിട്ടുന്നു, ചിലർക്ക് ഇടത്തെ കൈ കിട്ടുന്നു, ചിലർക്ക് ഇടത് കൈയിനെ പിന്നിലൂടെ പുറപ്പെടിച്ചിട്ട് ഇടത്തെ കൈ കൊടുക്കുന്നു, മിസാൻ എന്ന തുലാസിൽ തൂക്കുന്നു, ചിലരിത് വിജയിക്കുന്നു, ചിലത് തോൽക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് അതിന്റെ അടുത്ത് ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ എന്നുള്ള ഉത്തരവുകൾക്ക് അതിലിങ്ങനെ ചിന്തിച്ച് അപ്പോത്തിന് പണി എവിടെയോ എത്തിയിട്ടുണ്ടാവും നിസ്കരിച്ച്. അർത്ഥം അറിയുന്നവർക്ക് അങ്ങനെ കേട്, അർത്ഥം അറിയാത്തവർക്ക് എന്താ ചിന്തിക്കുക? രണ്ടായാലും നിയന്ത്രണം പാലിച്ച് താൻ ചെല്ലുന്നതിൽ ഇങ്ങനെ ചിന്തിച്ചു പോകുക, അർത്ഥം കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും. അതേ സമയത്ത് അർത്ഥം അറിയുന്നവർ ആ അർത്ഥത്തിന്റെ ആഴത്തിലേക്കും പരപ്പിലേക്കും ഇറങ്ങിപ്പോകാതെ താൻ ചൊല്ലുന്നതിലൂടെ അങ്ങനെ മനസ്സിനെ കൊണ്ടുവരികയും വേണം. ഇനി ഖുശൂ കിട്ടാൻ പറ്റുന്ന മറ്റൊരു സുന്നത്താ പറയുന്നത്, സുന്നത്താക്കപ്പെടും ഇദാമത്തു നവരിൻ, നോട്ടത്തെ പതിവാക്കൽ. എവിടത്തേക്ക്? മഹല്ല സുജൂദിഹി, സുജൂദിന്റെ സ്ഥാനത്തേക്ക്. നേരാ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ പോകുമ്പോ, കെട്ടുന്നതിന് മുമ്പ് തന്നെ ഖുശൂഅോട് കൂടി തല അല്പം താഴ്ത്തിപ്പിടിച്ച് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ തുടങ്ങിയാൽ പിന്നീട്
അത്തഹിയാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലെ ഹംസ ഉച്ചരിക്കുന്നത് വരെ ഈ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കുക. അവിടെ മുതൽ ആ ഉയർത്തിപ്പിടിച്ച ചൂണ്ടുവിരലിലേക്ക് നോക്കുക. അതെന്താ കാരണം? ലിഅന്നദാലിക സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ പതിവായി നോക്കുക എന്നത് അഖറബു ഇലൽ ഖുശൂ കിട്ടാൻ വളരെ അടുപ്പമാണ്. ഇന്നത്തതല്ല, പണ്ടത്ത്. എന്തായാലും ഒരു അങ്ങനെ പറഞ്ഞറിയോ, ഇന്ന് കീപ്പട്ട് നോക്കിയാലേ പടച്ചോനെ ആ കാർപ്പറ്റിൽ ഇല്ലാത്ത ചിത്രപ്പണികളും കൊത്തുപണികളും അതുപോലെ തന്നെ അതിലുള്ളതായിരിക്കുന്ന പടങ്ങളും ഏത് ഖുശൂഉള്ളവന്റെയും ഖുശൂഇനെ മാറ്റിയിട്ട് ഇതിലേക്ക് ചിന്തിക്കും. കൽബ് അതിന്മേൽ ഷോലാക്കും. അവിടെ പിന്നെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ പറ്റുമോ? അവിടെ കണ്ണടക്കുക. അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഏത്? ഈ പള്ളിയിൽ കാർപ്പറ്റ് വിരിക്കുകയാണെങ്കിൽ ചിത്രപ്പണികളും കൊത്തുപണികളും അലങ്കാരങ്ങളും ഇല്ലാത്ത പ്ലെയിനായ ഒറ്റ കളറാണെങ്കിൽ കളറായിക്കോട്ടെ, പ്ലെയിൻ ആയതാകുക. അതുപോലെ തന്നെ ചുമരുമ്മല്, മുമ്പത്തുള്ള ചുമരുമ്മല്, മെഹ്റാബുമ്മല്, മിമ്പറുമ്മല്, അതായത് മുന്നിലെ സൊഫിൽ നിൽക്കുന്ന ആളുകളുടെ ദൃഷ്ടി എപ്പോഴും പതിയുന്ന സ്ഥലങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ കളർഫുൾ, എന്തൊക്കെ കളറാണ്, കളർഫുൾ. അതിന്റെ അടക്കാണെങ്കിലോ ലോകത്തില്ലാത്ത ചിത്രപ്പണികളെല്ലാം അവിടെ ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോ പിന്നെ അവര് നോക്കിയാൽ ഖുശൂ അല്ല വരിക, നേരെ മറിച്ച. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണം എങ്കിൽ സുജൂദിന്റെ സ്ഥാനം. അത് മനഃശാസ്ത്രപരമായി വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരേ സ്ഥലത്തേക്ക് നിശ്ചിത സമയത്ത് കൽബിനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിയന്ത്രിച്ചു നിർത്തി ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുക എന്ന് പറഞ്ഞ മനഃശക്തി അത്ഭുതകരമായി വളരും. അതിനു വേണ്ടിയിട്ട് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം. പക്ഷേ ഈ നോക്കുന്ന സ്ഥലത്ത് ഖുശൂഇന് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള ചിത്രപ്പണികളോ കൊത്തുപണികളോ മറ്റുള്ളതോ ഉണ്ടെങ്കിൽ അവിടെ കണ്ണ് അടക്കലാണ് സുന്നത്ത്. ഇനി ഈ സുജൂദിന്റെ സ്ഥാനത്തേക്ക് എന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ കണ്ണോട് കാണാനല്ല, വരവ് അമ, കണ്ണ് കാണാത്ത അന്ധനാണെങ്കിൽ പോലും അവനും എന്താക്കുക, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോട്ടം എന്ന് പറഞ്ഞാൽ അവന്റെ ദൃഷ്ടി ഒരു സ്ഥലത്തേക്ക് മാത്രം നിയന്ത്രിച്ചു നിർത്തുക. ദൃഷ്ടിയെ ഒരു സ്ഥലത്ത് നിയന്ത്രിച്ചു നിർത്തൽ മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് എന്നർത്ഥം. അവിടെ വൈൻകാന ഇൻദൽ കഅബത്തി, നിസ്കരിക്കുന്നത് കഅബ ഷരീഫിന്റെ സാന്നിധ്യത്തിൽ മുന്നിൽ അടുത്ത് വെച്ചിട്ടാണ്, മത്താഫിലാണ് നിസ്കരിക്കുന്നത്. എന്നാലും നോക്കേണ്ടത് എവിടേക്ക് തന്നെയാണ്? സുജൂദിന്റെ സ്ഥാനത്തേക്ക്. അത് പ്രത്യേകം പറയാൻ കാരണം നമ്മുടെ അയിമ്മത്ത് ഇമാമിയങ്ങളിൽപ്പെട്ട ചില ഇമാമിയങ്ങൾ പറഞ്ഞത് കഅബ ഷരീഫിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കുമ്പോ കഅബത്തിന്മേലേക്കാണ് നോക്കേണ്ടത്. മയ്യത്ത് നിസ്കാരത്തിലാണെങ്കിൽ മയ്യത്തുമക്കാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്. പക്ഷെ അതൊന്നും മുഴത്തമതല്ല. കഅബത്തിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കുകയാണെങ്കിലും എവിടേക്കന്നെ നോക്കേണ്ടത്? സുജൂദിന്റെ സ്ഥാനത്തേക്കാണ്. കഅബത്തുമക്ക് നോക്കുക എന്നുള്ള ഒരു ഇബാദത്താണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് നിസ്കാരത്തിൽ നോക്കലല്ല, നിസ്കാരത്തെ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കുകയാണ് സുന്നത്ത്. ഔഫിൽ ഉൽമത്തി, അല്ലെങ്കിൽ നല്ല കൂരിരുട്ടാണ്, ഒന്നും കാണൂല, എന്നാലും അങ്ങോട്ട് തന്നെ നോക്കണം, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക. കാരണം അതെന്തെങ്കിലും കാണാൻ വേണ്ടി നോക്കല്ല, മറിച്ച് ദൃഷ്ടി പതറിയാൽ മനസ്സ് പതറും. അതില്ലാതിരിക്കാൻ ദൃഷ്ടിയെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തുക. അതിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി കിട്ടും. അവിടെ വെളിച്ചുണ്ടോ ഇല്ലേ നോക്കണ്ട, കഅബത്തിന്റെ അടുത്താണോ അല്ലേ എന്ന് നോക്കണ്ട, ഒന്നും വേണ്ട. ഔ ഫീ സ്വലാത്തിൽ ജനാസത്തി, മയ്യിത്ത് നിസ്കാരത്തിലായാലും വേണ്ടിയില്ല, എന്നാലും സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കുക. അപ്പൊ അവിടെ രണ്ട് ഇഷ്കാല്. മയ്യത്തിന്റെ അടുത്തേക്ക് നോക്കിയാൽ നല്ല പരലോക ചിന്ത കിട്ടൂലേ, ആണ് വേണ്ട. അല്ല സുജൂദില്ലല്ലോ ഇപ്പൊ ഇനി മയ്യത്ത് നിസ്കാരത്തിൽ, പിന്നെ എങ്ങനെ സുജൂദിന്റെ സ്ഥാനത്തേക്ക്? നമ്മളെ നാട്ടിലാണെങ്കിലോ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണതിന് പകരം ആരാന്റെ ഊരമ്മക്ക് കൂടി നോക്കാൻ കഴിയൂല. അതല്ലേ പ്രശ്നം? തീപ്പൊട്ടിക്കൊള്ളി അടുക്കി വെച്ചേക്കാം നമ്മളവിടെ മയ്യത്തുകാരത്തിന് സൊഫട്ടിൽ. എവിടുന്നാണ് അത് വന്നത് എന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. മനസ്സിലായില്ലേ? റുക്കൂഉം സുജൂദും ഇല്ല. പള്ളിയിൽ കണക്കിലേറെ ആളുണ്ട്. ശരിക്ക് 3 മുഴം ഇടവിട്ട് സാധാരണ നിസ്കാരത്തിന് സൊഫ് കിട്ടും പോലെ സൊഫ് കിട്ടിയ പള്ളിയിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് കണ്ടാൽ അടുത്ത് നിൽക്കുന്നതോട് തെറ്റില്ല. മനസ്സിലായില്ലേ? കണക്കിലേറെ ആളുണ്ട്.
എല്ലാവരും കൂടി പള്ളി കൊള്ളട്ടെ എന്ന നിലക്ക് സൊഫ് അടുപ്പിച്ച് നിർത്തുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ സൊഫ് ആകെ 25 ആളെ ഉണ്ടാവുള്ളൂ. എന്നാലും ചില ആൾ ഇങ്ങടെ അടുത്തേക്കിന്ന് തലക്കൊന്ന് കൊടുക്കണം ആ ജാതിന്. എന്തായാലും ആണെങ്കിൽ പള്ളിക്കലൊക്കെ വല്ലാക്കി തന്നെ ഇക്കാരാ പറയുന്നത്. അത് നോക്കണ്ട. ഈ അടുത്തേക്ക് അങ്ങനെ ഒരു നിയമമില്ല. എല്ലാ നിസ്കാരത്തിന്റെയും സൊഫ് കെട്ടേണ്ടത് ഒരു രീതിയിൽ തന്നെയാണ്. സാധാരണ നമ്മൾ ഫർദ് നിസ്കാരത്തിനും തറാവീഹ് നിസ്കാരത്തിനും ഒക്കെ എങ്ങനെയാണോ സൊഫ് കെട്ടുന്നത് അതേ രീതിയിൽ തന്നെയാണ് മയ്യിത്ത് നിസ്കാരത്തിനും സൊഫ് കെട്ടേണ്ടത്. അപ്പൊ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാനും കഴിയും. പക്ഷേ കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ, കണക്കിലേറെ ആളുണ്ട്. ഈ ആളുകൾക്കൊക്കെ പാടെ നിൽക്കാൻ കഴിയൂല. അപ്പൊ ഒന്ന് നല്ലോണം അടുപ്പിച്ച് നിർത്തിയ ആളുകൾക്ക് നിൽക്കാൻ കഴിയില്ല, അത് ഓക്കെയാണ്. അത് ആളുകൾക്ക് പള്ളിയിൽ നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് നിൽക്കാൻ അതിന് തെറ്റൊന്നുമില്ല. അങ്ങനത്തെ പ്രത്യേക സാഹചര്യത്തിലല്ലാതെ മയ്യിത്ത് നിസ്കാരത്തിനായിട്ട് ഒരു പ്രത്യേക സൊഫില്ല. എല്ലാ നിസ്കാരത്തിലും സൊഫ് കിട്ടുമ്പോൾ തന്നെയാണ് മയ്യിത്ത് നിസ്കാരത്തിന് സൊഫ് കെട്ടൽ സുന്നത്ത്. അങ്ങനെ വരുമ്പോ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ സൗകര്യവും. സുജൂദില്ലല്ലോ എന്നൊരു ഇഷ്കാരം ഉണ്ടാവും. പിന്നെ സുജൂദ് ഉണ്ടോ ഇല്ലേ എന്നല്ല, അവൻ സുജൂദ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുമല്ല, നോട്ടത്തെ ഉറപ്പിച്ചു നിർത്തേണ്ടത് സുജൂദിന്റെ സ്ഥാനം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് ഒറ്റ നോട്ടത്തെ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ നിസ്കാരം കഴിയുന്നത് വരെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോട്ടത്തെ ഉറപ്പിച്ചു നിർത്തണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഞാൻ അവിടെ നാം പക്ഷെ അസുന്നത്തു അയ്യഖ്സുറ നദറഹു, തന്റെ നോട്ടത്തെ ചുരുക്കലാണ് സുന്നത്ത്, അലാ മുസബ്ബിഹതിഹി, ചൂണ്ടുവിരലിലേക്ക്. എപ്പോഴും എന്താ റഫ്ഇഹ, ചൂണ്ടുവിരൽ ഉയർത്തുന്ന സമയത്ത് ഫി തശഹുദി അത്തഹിയാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹംസ ഉച്ചരിക്കുന്ന സമയത്ത് ചൂണ്ടുവിരൽ ഉയർത്തിയാൽ ഇനി ആ ചൂണ്ടുവിരൽ ഉയർത്തി നിൽക്കുന്ന സമയം വരെ അതിമലേക്ക് നോക്കണം. അതെന്തിനാ പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് സുജൂദിന്റെ സ്ഥാനത്തേക്ക് എന്നെ നോക്കണം എന്നാണോ? ഓക്കെയാണ്, സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെയാണ് നോക്കേണ്ടത്. പക്ഷേ എവിടെ വെച്ച് ഈ ഇല്ലല്ലാ പറഞ്ഞാൽ പിന്നെ അത് അവസാനിക്കുന്നത് വരെ വല്ല നമുക്ക് നോക്കാം. അല്ലാത്തപ്പോഴൊക്കെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാം. അവിടെ അങ്ങനെയാണ് പറയാൻ കാരണം അത്തഹിയാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലെ ഇല്ലല്ലാഹിലെ ഹംസുച്ചരിക്കുന്ന സമയം മുതൽ വിരൽ ഉയർത്തുക മാത്രമല്ല, പിന്നെ ആ വിരലിലേക്കായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയിരുന്നത് എന്ന് പറയുന്ന സഹിഹായ ഹദീസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഈ വിരലുമക്ക് നോക്കുക തൗഹീദിന്റെ ഷറത്താണല്ലോ. ബാക്കിയുള്ളവർക്കൊക്കെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക. പിന്നൊരു ഇഷ്കാരം, എന്നാ കണ്ണ് അടക്കാൻ പറ്റുമോ? വലാ യുക്റഹു, കറാഹത്താക്കപ്പെടുകയില്ല. തഗ്മീറു ഐനൈഹി, രണ്ട് കണ്ണിലും അടപ്പിക്കൽ, ചിമ്മല്. കണ്ണടച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കാൻ പറ്റുമോന്ന്? കറാഹത്തൊന്നുമില്ല, പക്ഷേ നല്ലതല്ല, ഖിലാഫുൽ ഔലയാണ്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഷോലാക്കുന്ന തരത്തിലുള്ള ചിത്രപ്പണികളുള്ള മുസല്ലയാണ് വിരിച്ചത്, അതിലേക്ക് നോക്കിയാൽ ഷോലായി പോവും. അതല്ലെങ്കിൽ ഈ സീസൺ ടൈമിലൊക്കെ അറമിൽ നിസ്കരിക്കുന്നത് പോലെ കാസർകോട്ടുകാർ മൗലൂദിന് അവരും പൊരിയും കൊയിച്ചേക്ക് ആണും പെണ്ണും ഒക്കെ പാടെ കൂടിക്കലർന്നൊക്കെയാണ് നോക്കണോടത്തൊക്കെ പെണ്ണാണ്. അതല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ നോക്കണോടത്ത് നല്ല ചൊറുക്കുള്ള സുന്ദരനായിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അങ്ങനെയുള്ള പാടില്ലാത്ത സ്ഥലത്തേക്ക് കണ്ണുനോട്ടം പോകുമെന്ന് കണ്ടാൽ, അതല്ലെങ്കിൽ ഖുശൂഇന് ഭംഗം വരുത്തുമെന്ന് കണ്ടാൽ കണ്ണടക്കണം. ഹറാമിലേക്ക് നോക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കണ്ണടക്കൽ വുജൂബാണ്, അല്ലെങ്കിൽ സുന്നത്തുമാണ്. അപ്പൊ കണ്ണടക്കാതിരിക്കലാണ് ഔല എന്ന് പറയാൻ കാരണം ഇങ്ങനെയൊന്നും പ്രതിബന്ധങ്ങൾ ഇല്ലെങ്കിൽ കണ്ണ് തുറന്നു വെക്കലാണ് നല്ലത്. എന്നാൽ ഒരാൾ കണ്ണ് ചിമ്മിയാൽ കറാഹത്തില്ല, ഖിലാഫുൽ ഔല വരുള്ളൂ. ഇല്ലം യഖ്ഫു ദററൻ, കണ്ണടക്കണോണ്ട് വല്ല ഉപദ്രവവും വരും, ബുദ്ധിമുട്ട് വരും കണ്ടാൽ കണ്ണടക്കാൻ പാടില്ല. അപ്പൊ രണ്ടു കോലം, കണ്ണടച്ചാൽ അതുകൊണ്ട് വല്ല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരും കണ്ടാൽ കണ്ണടക്കാൻ പാടില്ല. അല്ല, കണ്ണ് തുറന്നു വെച്ചാൽ ഖുശൂ പോകുന്നവർക്കുള്ളതുണ്ട്, അല്ലെങ്കിൽ ഹറാമിലേക്ക് നോക്കാൻ വരുന്നവരെ കണ്ണടക്കണം. അതൊന്നും ഇല്ലെങ്കിൽ കണ്ണ് തുറന്നു വെക്കലാണ് നല്ലത്, അടക്കുന്നത് ഖിലാഫുൽ ഔലിയാണ് എന്ന്. ഫായിദത്തുൻ, ഒരു ഫായിദ. യുക്റഹു ലിൽ മുസല്ലി, നിസ്കരിക്കുന്ന വ്യക്തികൾക്ക് കറാഹത്താക്കപ്പെടും.
നിസ്കരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒക്കെ പെട്ട്, ഹുൻസ ഉൾപ്പെടെ എല്ലാരും പെട്ട്. എന്ത് ഖറാത്താക്കപ്പെടും? തർക്കു ശൈഇൻ മിൻ സുനനി സ്വലാത്തി, നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്തിനെ ഉപേക്ഷിക്കൽ. നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം തൊട്ട് തുടങ്ങി രണ്ടാമത്തെ സലാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരെ പറഞ്ഞതിലുള്ള ഏതെങ്കിലും ഒരു സുന്നത്തിനെ ഉപേക്ഷിക്കൽ കറാഹത്താക്കപ്പെടും എന്നവിടെ അത് ചില ഇമാമിങ്ങളും മുൻഗാമികളും പറഞ്ഞൊരു വാക്കാണ്. ഇനി അതിനൊരു വിശദീകരണം കൊടുക്കുകയാണ്. കാല ശൈഖുന മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, വഫി ഉമൂമിഹി നദറുൻ, ഏത് നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽപ്പെട്ട ഏത് സുന്നത്തിനെ ഒഴിവാക്കലും കറാഹത്താണ് എന്ന് പറഞ്ഞല്ലോ. അതന്നെ മുസല്ലി എന്ന് പറഞ്ഞ ആണും പെണ്ണും ഹുൻസിയൊക്കെ പെടുന്നു. പിന്നത്തെ ആലൂരിൽ മുസല്ലി അതിനെ പറഞ്ഞില്ലേ. ഈ മുസല്ലി ആരായാലും വേണ്ടില്ല, ആണ് നിസ്കരിച്ചാണെങ്കിലും വേണ്ടില്ല, പെണ്ണ് നിസ്കരിച്ചാണെങ്കിലും വേണ്ടില്ല, ആണും പെണ്ണും കെട്ട ഹുൻസ നിസ്കരിക്കുകയാണെങ്കിലും വേണ്ടിയില്ലാന്ന്. അതാ ദക്കറ് വയറ് എന്ന് പറഞ്ഞ്. ആണോ ആണല്ലാത്തവരോ ആയ എന്ന് പറഞ്ഞാൽ പെണ്ണോ ഹുൻസോ ആരാണെങ്കിലും ഏത് നിസ്കാരക്കാരനും കറാത്താണ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുന പറയാണ്, അപ്പറഞ്ഞ ഉമൂമിൽ ഇഷ്കാലുണ്ട്, നബറുണ്ട്. ഉമൂമ് പറഞ്ഞ ഏത് സുന്നത്തിനും ഒഴിവാക്കലും കറാത്താണ് എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ട് സ്വീകാര്യമല്ല. വല്ലതിയത്തജുഹു തഖ്സീസുഹു, ഈ കറാഹത്ത് വരലിനെ പ്രത്യേകമാക്കണം എന്നതാണ് മുഅ്തമദ്. എന്തുകൊണ്ട്? ബിമാ, ഒരു സുന്നത്ത് കൊണ്ട് വറദ ഫീഹി, അതിൽ വന്നിട്ടുണ്ട് നഹിയുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നൊരു കാര്യം ഒഴിവാക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കൽ കറാത്ത. അതല്ലെങ്കിൽ ഔ ഖിലാഫുൻ ഫിൽ വുജൂബി, ആ കാര്യം വുജൂബാണെന്ന് ഇമാമിയങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവണം. ഇങ്ങനെയുള്ള സുന്നത്ത് ഒഴിവാക്കലേ കറാഹത്തുള്ളൂ, അല്ലാത്തൊക്കെ ഖിലാഫുല്ലവലേ വരുള്ളൂ. അപ്പൊ സുന്നത്തുകള് ഒഴിവാക്കൽ മൊത്തത്തിൽ കറാഹത്താണെന്ന് പറയാൻ പറ്റൂല. പിന്നെ മൂന്ന് നിലക്ക്, ഇവിടെ രണ്ടനെ പറഞ്ഞുള്ളൂങ്കിലും മൂന്ന് നിലക്ക് പറയും. ഒന്ന്, ഉപേക്ഷിക്കുന്നതിന് തൊട്ട് വ്യക്തമായി വിരോധം വന്നിട്ടുണ്ടെങ്കിൽ അത് കറാഹത്താണ് ഉപേക്ഷിക്കൽ. അതെങ്കിൽ സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തുകൊണ്ട് മുഅക്കദായ സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ടാൽ അതും ഒഴിവാക്കൽ കറാഹത്താണ്. മൂന്നാമത്തേത്, ഇമാമിയങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമിന് വുജൂബാണെന്ന് ഖൗലുള്ളത്, ഇങ്ങനെയുള്ളത് ഒഴിവാക്കലാണ് കറാഹത്ത്. ഒരു ഇമാമിനും അത് വുജൂബാണെന്ന് ഖൗലില്ല. ഇന്ന സുന്നത്ത് ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക നെയ്യും വന്നിട്ടില്ല. അതോടുകൂടി പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തുകൊണ്ട് മുഅക്കദാണെന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. എങ്കിൽ അത് ഖിലാഫുൽ ഔലിയേ വരുള്ളൂ. ഈ മൂന്നാലൊന്നാണെങ്കിലാണ് കറാഹത്ത് എന്ന്. എന്ത് മദ്ഹബിലോന്ന് മനസ്സിലായില്ല. ഖിലാഫ് മദ്ഹബിൽ നിന്നൊന്നുമില്ല, എവിടെയാണെങ്കിലും വേണ്ടിയില്ല. മുജ്തഹിദീങ്ങളായ ഇമാമിയങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമ് ആ സുന്നത്ത് വുജൂബാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സുന്നത്ത്, നമ്മളെ മദ്ഹബിൽ ഖിലാഫ് ഉണ്ടാകുക എന്നല്ല. ഉദാഹരണം, ഹനഫി മദ്ഹബിൽ വുജൂബാണെന്നുള്ള അഭിപ്രായം നമ്മളെ മദ്ഹബിലെ സുന്നത്തിനേ ഉള്ളൂ. പക്ഷെ ഹനഫി മദ്ഹബിൽ വുജൂബാന്ന് കൗലുണ്ട്, അല്ലെങ്കിൽ മാലിക്കി മദ്ഹബിൽ വുജൂബാന്ന് കൗലുണ്ട്, അല്ലെങ്കിൽ അംബലി മദ്ഹബിൽ വുജൂബാന്ന് കൗലുണ്ട്, അല്ലെങ്കിൽ നമ്മളെ മദ്ഹബിൽ തന്നെ ഏതെങ്കിലും രണ്ടാം കൗലോ അല്ലെങ്കിൽ അസാബിനോ വുജൂബാണെന്നുള്ള കൗലുണ്ട്. ഇങ്ങനെ മുജ്തഹിദീങ്ങളായ ഇമാമുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമിന് വുജൂബാണെന്ന കൗല് വന്ന സുന്നത്ത്, അതോടുകൂടി നമ്മളെ മദ്ഹബിൽ സുന്നത്തും കൂടി ആവണം കേട്ടോ. നമ്മളെ മദ്ഹബിൽ സുന്നത്താണ്, അതോടുകൂടി ഏതെങ്കിലും മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങൾ അത് വുജൂബാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സുന്നത്തിന് ഒഴിവാക്കൽ കറാഹത്ത് വരും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ മദ്ഹബിൽ മുഅ്തമദ് അനുസരിച്ച് സുന്നത്ത് തന്നെയാണ്. പക്ഷേ നമ്മളെ മദ്ഹബിൽ മുഅ്തമദ് അല്ലാത്ത ഖൗലിലോ അതല്ലെങ്കിൽ മറ്റു മുജ്തഹിദീങ്ങളുടെ മദ്ഹബിലോ വുജൂബാണെന്ന് ഈ സുന്നത്തിനെപ്പെട്ട അഭിപ്രായം കൂടി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സുന്നത്തിന് ഒഴിവാക്കൽ കറാഹത്ത് വരും. അല്ലാതെ ഏത് സുന്നത്തിനും ഒഴിവാക്കൽ കറാഹത്താണെന്ന് പറയാൻ പറ്റൂല. മറിച്ച് ഇത് മൂന്നും അല്ലാത്തത്. ഇപ്പൊ മൂന്ന് മനസ്സിലായല്ലോ. ഒന്ന്, ഉപേക്ഷിക്കുന്നതിനെ തൊട്ട് സഹീഹായ നസ് നഹി വന്നിട്ടുണ്ട്, വിരോധം വന്നു. അതല്ലെങ്കിൽ പതിവായി ചെയ്തുകൊണ്ട് മുഅ്തമദായ
അല്ല മുഅക്കദായ സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതും അല്ലെങ്കിൽ വുജൂബ് കൊണ്ട് ഖൗല് നടന്നിട്ടുണ്ട്. ഈ മൂന്നാലൊരു സുന്നത്തിന് ഒഴിവാക്കുമ്പോഴേ കറാഹത്ത് വരുള്ളൂ. അല്ലാത്ത സുന്നത്തുകൾ ഒഴിവാക്കിയാൽ ഖിലാഫുൽ ഔല മാത്രമേ വരൂ, കറാഹത്ത് വരൂല. ഇതൊക്കെ നിക്കാരത്തെ വർത്താനാ പറഞ്ഞ്. ഇനി നിക്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ചൊല്ലേണ്ട ദിക്ർ ദുആകളെ പറ്റിയിട്ട് വസുന്ന സുന്നത്താക്കപ്പെടും, ദിക്റുൻ ദിക്ർ ചൊല്ലല്, വദുആഉൻ ഔൻ ദിക്ർ തന്നെ, ദുആഉം അതിന്റെ കൂട്ടത്തിലൊരു പ്രധാനപ്പെട്ടതായതുകൊണ്ട് വേറെ പറഞ്ഞു മാത്രം, സംഗതി വേറെ ഒന്നുമില്ല. ദിക്ർ എന്ന് പറഞ്ഞതിൽ പെട്ടു, ദുആ സ്വലാത്ത് ഒക്കെ ദിക്ർ എന്ന് പറഞ്ഞതിൽ പെടും. മനസ്സിലായില്ലേ? ദിക്ർ എന്ന് പറഞ്ഞാൽ ആമായ മായനക്കാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അതെ, കൂലി കിട്ടപ്പെടുന്ന, പ്രതിഫലം ലഭിക്കപ്പെടുന്ന നല്ല കാര്യങ്ങളൊക്കെ എന്ത് തന്നെയാണ് ദിക്ർ എന്ന് പറയുന്നതിൽ പെടും. അപ്പൊ പിന്നെ ദുആന്ന് പറഞ്ഞതോ ആദ്യം ഖാസിനെ പറഞ്ഞിട്ട് പിന്നെ ആമ്, അല്ല ആദ്യം ദിക്ർ എന്ന് പറഞ്ഞ ആമിനെ പറഞ്ഞിട്ട് ദുആ എന്ന് പറഞ്ഞ ഖാസിനെ പറഞ്ഞു എന്നർത്ഥം. ശറഇൽ അതിന്റെ അർത്ഥം ഖൗലുൻ സീഖ ലിസനാഇൻ ഔ ദുആഇൻ. കേട്ടോ, ദിക്റിന്റെ മാനയാണ് ഖൗലുൻ ഒരു വചനം. എങ്ങനത്തെ വചനം? സീഖ അതിനെ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു, ലിസനാഇൻ അള്ളാഹുവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടോ, ഔ ദുആഇൻ അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടോ. അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടോ അള്ളാഹുവിനെ സനാ ചെയ്യാൻ വേണ്ടിയിട്ടോ കൊണ്ടുവരപ്പെടുന്ന ഖൗലിനാണ് എന്ത് പറയുന്നത്? ദിക്ർ എന്ന് പറയുന്നത്. അപ്പൊ ആണോ ദിക്റിന്റെ ഭാഗം തന്നെയാണ് ദുആ. ഇനി വേറെ അർത്ഥമുണ്ട്, കുല്ലു ഖൗലു യുസാബു ഖായിലുഹു, അങ്ങനെ അർത്ഥമുണ്ട് ശറയിൽ തന്നെ. എന്ന് പറഞ്ഞാൽ പറഞ്ഞാ കൂലി കിട്ടുന്ന എല്ലാ ഖൗലും ദിക്റാണ്. അപ്പൊ ആ അർത്ഥത്തിനൊക്കെ ദിക്ർ ദുആ എന്ന് പറഞ്ഞാൽ രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ. പക്ഷേ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രത്യേക ദിക്റാണ് ദുആ എന്ന് മാത്രം. ഏതുപോലെ ദിക്റിൽപ്പെട്ട തന്നെയാണ് സ്വലാത്ത്, പക്ഷേ ദിക്റിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രത്യേക ഇനമാണ് സ്വലാത്ത്, അത്രയേ ഉള്ളൂ. ആഖിബഹ സിറൻ, ദിക്റും ദുആവും ചെല്ലേണ്ടത് പതുക്കെയാണ്, അവനാനെ കേൾക്കാം. സിർ എന്ന് പറഞ്ഞാൽ സ്വന്തം നഫ്സിനെ കേൾപ്പിക്കാതല്ല, അവനാനെ കേൾപ്പിക്കാം. എപ്പോഴാണ് ദിക്റും ദുആവും ചെല്ലേണ്ടത്? ആഖിബഹ ഐ സ്വലാത്തി, നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ ദിക്റും ദുആവും ചെയ്യൽ സുന്നത്താക്കപ്പെടും. അതാ സിറൻ ഐ, അതായത് യുസന്നു സുന്നത്താക്കപ്പെടും, അൽ ഇസ്റാറു ബിഹിമ ദിക്റിനെയും ദുആയിനെയും ശബ്ദം കുറച്ചുകൊണ്ട് ചൊല്ലല്. ആർക്ക്? ലിമുൻഫരിദിൻ ഒറ്റക്ക് നിസ്കരിച്ച വ്യക്തിക്കും, വമഅ്മൂമിൻ മഅ്മൂമിനും ഓൾക്ക് രണ്ടാക്കും പതുക്കെ ചെല്ലലാണ് സുന്നത്ത്. ഇമാമിൻ, എന്നാ ഇമാമിനും പതുക്കെ ചെല്ലൽ തന്നെയാണ് സുന്നത്ത്. എങ്ങനത്തെ ഇമാമ്? ലം യുരിദ്, ആ ഇമാമ് ഉദ്ദേശിച്ചിട്ടില്ല തഅലീമൽ ഹാദിരീന, ഇവിടെ ഹാദിരീങ്ങളെ തന്റെ മഅ്മൂമായാലും വേണ്ടിയില്ല, അല്ലാത്തവരായാലും വേണ്ടിയില്ല, സ്ഥലത്ത് ഹാദിറുള്ളതായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അത് ഉറക്കെ തന്നെ ചെല്ല. ഉദാഹരണം, കുട്ടികൾ, മദ്രസയിലെ കുട്ടികളും ഉസ്താദും കൂടി നിസ്കരിക്കുകയാണ്. ഊട്ടിക്കോളി, ഉസ്താദ് സലാം വീട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്ന സമയമാണല്ലോ. അപ്പൊ കുട്ടികൾ ഉസ്താദ് ചെല്ലുന്ന കൂട്ടത്തിൽ ചെല്ലി പഠിച്ചോട്ടെ എന്നുള്ളവർക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അൽ ഖദീം അൽ കരീം അർ റഹീം, അങ്ങനെ ഉസ്താദ് ചെല്ലുക. അപ്പൊ കുട്ടികളെ കൂട്ടത്തില്ല, കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഉറക്കെ ചെല്ല. അതിന് ഉദ്ദേശിച്ചില്ലെങ്കിൽ ഇമാമും പതുക്കെയാണ്. അല്ലെങ്കിൽ വലാത്ത മീനഹും, മഅ്മൂമിങ്ങൾ ആമീൻ പറയലിനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഇമാമിന്റെ ദുആയിന് അങ്ങനെ മിസമായി ഇമാമിന്റെ ദുആ കേട്ടെങ്കിലല്ലേ ഒരു ആമീൻ പറയുള്ളൂ. അപ്പൊ തന്റെ ദുആ കേട്ടിട്ട് ഇമാമിങ്ങൾ ആമീൻ പറയുമെന്നോ അതല്ലെങ്കിൽ മഅ്മൂമിങ്ങൾക്ക് പഠിപ്പിക്കണമെന്നോ ഉദ്ദേശം ഇല്ലാത്ത ഇമാമും എന്തെന്നെ വേണ്ട പതുക്കെ തന്നെയാണ് ദിക്റും ദുആയും ചെല്ലേണ്ടത്. അതേ സമയത്ത് മഅ്മൂമിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ താൻ ഉറക്ക ദുആ ചെയ്താൽ മഅ്മൂമിങ്ങൾ ആമീൻ പറയുമെങ്കിലോ ഉറക്ക ചെല്ലേണ്ടതാണ്. അങ്ങനെ ഇമാമിനും സുന്നത്തുണ്ട്, മഅ്മൂമിനും സുന്നത്തുണ്ട്, ഒറ്റക്ക് സ്കരിക്കുന്നവർക്കും സുന്നത്തുണ്ട്. പക്ഷേ മഅ്മൂമും ഒറ്റക്ക് സ്കരിക്കുന്നതും ദിക്റും ദുആവും ഒക്കെ പതുക്കെയാണ് ചെല്ലേണ്ടത്. ഇമാമാണെങ്കിലോ മഅ്മൂമിങ്ങള് ആമീൻ പറയുമെങ്കിൽ മഅ്മൂം ഉറക്ക ദുആ
മഅ്മൂമീങ്ങൾക്ക് പഠിപ്പിക്കാനാണെങ്കിൽ ദിക്റും ദുആവും ഒക്കെ ഉറക്കെ പഠിച്ചില്ല, അതൊന്നുമില്ല. അവിടെയൊക്കെ നമ്മളെ മറ്റേ മുജജമാദികളാണ് മഅ്മൂമീങ്ങൾ. ഓല് നിസ്കരിച്ചാണെങ്കിൽ എടുത്തോന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക. നമ്മളെ ഇബന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരെ, ജിന്നിന്റെ ഭാഷയിൽ പറഞ്ഞാല് ലഗോങ്കോയ് മുട്ടട്ടേക്ക് പറഞ്ഞില്ലേ, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഒറ്റ പോക്ക. എന്നാ പിന്നെ ഇപ്പൊ ഇയാൾ ആര് കേൾക്കാൻ വേണ്ടിട്ട് അപ്പൊ ഉറക്കം പറയുന്നത്? അയാൾ വെറുതെ ചെല്ലിക്കോട്ടെ, മനസ്സിലായില്ലേ? ലഗോങ്കോയ് മുട്ടട്ടേക്ക് സലാം വീട്ടിയ ഒക്കെ പാഞ്ഞു പോവുകയാണ്. അതെ, പണ്ടുള്ള ഇമാം ഉസ്താദന്മാര് പഴയ കാലത്തുള്ള മഹാന്മാര് പറഞ്ഞ് വിട്ടാ പിന്നെ അങ്ങനെയാണ്. നമ്മളെയൊക്കെ തന്നെ ദിക്ർ ചെല്ലണ്ട ദുആ ചെല്ലണ്ടെന്നൊന്നും ഒരു വഹാബിയും പഠിപ്പിക്കണില്ല, ഒരു മൗദൂദിയും പഠിപ്പിക്കണില്ല. തന്നെയല്ല, അവരൊക്കെ പഠിപ്പിക്കുന്ന എന്ത് തന്നെയാണ്? നിസ്കരിച്ചു കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലണം, ദുആ ചെയ്യണം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന ആ നിളാമുണ്ടല്ലോ, ഇമാം അവിടെ അഞ്ഞു പറയും, ഇമാം അവിടെ തിരിഞ്ഞിരുന്ന് എന്നിട്ട് ആ മൗമൂമിങ്ങളെല്ലാം അവിടെ തന്നെ ഇരുന്ന് ഇമാമ് തുടങ്ങുക, അതിലെ ഏറ്റ് മൗമൂമിങ്ങൾ ചൊല്ലുക, എന്നിട്ട് ഇമാമ ദ്വാരക്ക, മൗമൂമിങ്ങൾ ആമീൻ പറയാം, എന്നാ എല്ലാരും കൂടും. ഇല്ലെങ്കിലോ ആരും ഉണ്ടാവില്ല. ഇബ്ലീസിന്റെ പണിയാണത്. അപ്പൊ ഇബ്ലീസിനെ കയറിട്ട് കെട്ടി ഈ ദിക്റും ദുആവും എന്ന സുന്നത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് മുൻഗാമികളായ നമ്മളെ ഉലമാക്കന്മാരും ഉസ്താദന്മാരും നിളാമാക്കി കാണിച്ചതാണ്. ഇമാം ഒന്ന് സുബ്ഹാനല്ലാഹ് എന്ന് ഉറക്കെ പറയാം, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയും. പിന്നെ അൽഹംദുലില്ലാഹ് എന്ന് ഉറക്കെ പറയാം, അപ്പൊ എല്ലാവരും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പറയാ. അങ്ങനെ നബി ചെയ്തീനോ, അങ്ങനെ സഹാബി ചെയ്തീനോ എന്നൊക്കെ ചോദിച്ച് ബാളെടുത്തോല് അവസാനം ഇപ്പൊ കരയാണ്. ലഗോങ്കോയ് മുട്ടട്ടേക്ക് പായാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു അനുഭവം തന്നെ ഉണ്ട്. ഒരിക്കൽ അരീക്കോട് ഓറിയന്റൽ സ്കൂളിന്റെ അടുത്തുണ്ടായിരുന്ന പള്ളിയിൽ നമ്മളെ നാട്ടുകാരുണ്ട്, ഒരു മാഷ്, നല്ല സുന്നിയായ മാഷ. അയാൾ അവിടെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാ അനുഭവം. ഒരു ദിവസം ജുമാ ഹുത്തുബ, ഓർക്ക് പ്രസംഗാണല്ലോ ഹുത്തുബ. അന്നത്തെ ഹുത്തുബ മുഴുവനും എന്തെന്നെ, നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങി ഓടാൻ പാടില്ല, മറിച്ച് ഹദീസിൽ സ്ഥിരപ്പെട്ട ധാരാളം ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. ആ ദിക്റും ദുആവും ഒക്കെ ചെല്ലണം. ഏറ്റവും കൂടുതൽ ദുആക്കുത്തരം കിട്ടുന്ന സമയം അർദ്ധരാത്രിക്ക് ശേഷമുള്ള ദുആവും ഫർനിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആവുമാണ് എന്ന് ഹദീസുകളും ആയത്തുകളും ഒക്കെ ഉദ്ധരിച്ച് ഇറങ്ങി ഓടാൻ പാടില്ലെന്നും അവിടെ ഇരുന്ന് ദിക്റും ദുആവും ചെല്ലണമെന്നും ശക്തിയായി സംസാരിച്ച് 3/4 മണിക്കൂറോളം ഖുതുബ പ്രഭാഷണം നടത്തി മൗലവി. നിസ്കരിച്ചു കഴിഞ്ഞ് ഈ മാഷ് പറയാ, അയാൾ എല്ലാ ദിവസവും അവിടെ ഇരുന്ന് മുള്ളു ദിക്റും ദുആവും ചൊല്ലിയിട്ട് തന്നെ അന്നാളെ പഠിക്കുന്ന സമയമാണ് പോരുള്ളൂ. അങ്ങനെ 3/4 മണിക്കൂർ ദിക്റിന്റെയും ദുആന്റെയും പ്രാധാന്യം പറഞ്ഞ് മൗലവി ഖുതുബ പ്രസംഗിച്ച് അന്ന് ജുമാസ്കരിച്ച് ഇടത്തോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ പോലത്തിന് കുട്ടികളും വലിയോരും ഉൾപ്പെടെ എല്ലാരും റോട്ടിലെത്തിയാണ്. ഒരാക്കെങ്കിലും അത് പഠിച്ചിട്ടില്ല. ഇതാണ് മഹാന്മാരായ മുൻഗാമികളുടെ നിളാമ് വിട്ടാ പിന്നെ അത് നിലനിർത്താൻ കഴിയില്ല. ഇപ്പൊ ഉദാഹരണം പറയാ, ഇപ്പൊ നമ്മൾ അദ്ദാദ് റാത്തീബിൽ വന്ന ദുആകൾ ദിക്റുകൾ മുഴുവനും സഹിഹായ ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിച്ച ദുആ, വിർദുൽ ലത്തീഫിൽ വന്ന ദിക്റുകൾ മുഴുവനും സഹിഹായ ഹദീസിൽ വന്ന ദുആ. പക്ഷെ വിർദുൽ ലത്തീഫ് ബിദ്അത്താണ്, അദ്ദാദ് റാത്തീബ് ബിദ്അത്താണ്. എന്നാ ഈ പറഞ്ഞ ദിക്റുകളൊക്കെ സഹിഹായ ഹദീസിൽ വന്നതല്ലേ? അതെ. നിങ്ങൾ ഏത് വഹാബിയോ മൗദൂദിയോ ആണ് ആ ദിക്റുകൾ ചെല്ലുന്നത്? നിങ്ങൾ വിർദുൽ ലത്തീഫിലണ്ട ആ പറഞ്ഞ ദിക്റുകളിലുണ്ടോ? അല്ലെങ്കിൽ അദ്ദാദ് റാത്തീബിലണ്ട ആ പറയുന്ന ദിക്റുകളിലുണ്ടോ? ഇല്ല. അതായത് ഇതിനൊരു നിളാമ് വേണം, ഏതിനൊരു നിളാമാണ്. ഇപ്പൊ ഉദാഹരണം പറയാ, ഇപ്പൊ ഒരാള് നമ്മളടുത്ത് ഒരു ഉസ്താദല്ലേ എന്നൊക്കെ കരുതി ഒരാൾ വന്നു, ഉസ്താദ് എന്തെങ്കിലും ഒന്ന് നല്ല ചെല്ലാൻ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു കൂട്ടിക്കോ, എന്നും 44 വട്ടം താരിയത്ത് സ്വലാത്ത് എണ്ണിക്കൂടിയാണ്. അത് നടക്കൂല, വെറുതെ പറയാ കേട്ടാലേ, അത് നടക്കൂല. അതേസമയത്ത് എന്ത് പറയണം? സുബഹിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം 44 വട്ടം നാരിയത്ത് സ്വലാത്ത് മുടങ്ങാതെ ചെല്ലണം, എന്ന് അയാള് മരിക്കൂളും കൊണ്ടിറക്കും. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചണോ സുബഹിസ്കരിച്ചതിന് ശേഷം ചെല്ലണം? ഇല്ല. പക്ഷെ ഇതൊരു നിളാമാണ്, ഒരു നിളാമാണ്. ഇന്ന സമയത്ത് ഇത്ര ചെല്ലണം എന്ന് പറഞ്ഞാൽ അതിനൊരു നിളാമായി, അത് മുന്നോട്ട് പോകും. അല്ല, കഴിയുന്നത്ര സലാത്ത് എണ്ണിക്കൊള്ളേണ്ടിയായിരുന്നു, എന്നാ കണക്കാ, ഒറ്റ സലാത്തും ചെല്ലൂല. രാത്രി 100ഉം പകല് 100ഉം, ചുരുങ്ങിയത് 200 സ്വലാത്തെങ്കിലും നിങ്ങൾ ചെല്ലണം. ഖലാസ്, അയാൾ എപ്പോഴെങ്കിലും ആയിട്ട് പകല് 100 വട്ടം ചെല്ലും, രാത്രി 100 വട്ടം ചെല്ലും. ഇതാണ് നിളാം എന്ന് പറയുന്നത്. ഈ നിളാമിന്റെ ഭാഗമാണ്
ഇമാം അവിടെ തിരിഞ്ഞിരിക്കുക, ഇമാം ഉറക്കൊന്ന് തുടങ്ങി കൊടുക്കുക, ബാക്കിയുള്ളവര് ചെല്ലുക, ഇമാമ് ദ്വാരക്കുക, മൗമൂമിങ്ങൾ ആമീൻ പറയാം. ഓ അങ്ങനെ നബി ചെയ്തണോ, അങ്ങനെ ഖുലഫാ റാഷിദീങ്ങൾ ചെയ്തണോ, അങ്ങനെ സഹാബക്കൾ ചെയ്തണോ? ഓ ചോദ്യം കേട്ടാൽ കരുതും നബി ചെയ്ത് എന്ന് കേട്ടാ പിന്നെ ഇവര് മരിച്ചോളും കൊണ്ടിടക്കുന്നു. വെറുതെ പറയാ ചങ്ങായി. അത് നിളാം എന്ന് പറയുന്നതിന്റെ പിന്നിൽ വലിയ ഹിക്മത്തുണ്ട്. അതായത് സ്വന്തം ഒന്നും ഉണ്ടാക്കല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുസുന്നത്തിലൂടെയോ വിശുദ്ധ ഖുർആൻ ഷരീഫിലൂടെയോ നമ്മളെ പഠിപ്പിച്ച പുണ്യകർമ്മങ്ങളായ സുന്നത്തുകൾ അത് പതിവായി ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ മഹാന്മാരായ ഇമാമിയങ്ങൾ ഒരു നിളാമ് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ അത് ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മറിച്ചാണെങ്കിൽ ഞമ്മക്കറിയാം, നീ പറയുന്ന നമ്മളെ നോട്ടിക്കൊള്ളി ആരൂരെ, നമ്മളിപ്പോ ഒറ്റക്ക് സ്കരിക്കാൻ നോട്ടിക്കൊള്ളി ആരുമില്ല, ഒറ്റക്ക് സ്കരിക്കുക. എന്നാല് സലാം വീട്ടിയ എന്ന് പറഞ്ഞാണ് വേഗം സുന്നത്ത് സ്കരിച്ച് ഇറങ്ങിപ്പോവും. നമ്മളോട് ആരെങ്കിലും ചേർക്കേണ്ട അറിയണോ? ഇല്ല. കൂട്ടത്തിൽ 2 മൗമൂമിനുണ്ടെങ്കിലോ അപ്പൊ അവിടെ ഇരുന്ന് കണ്ട് ആ ദിക്ർ 33 1 100 ചെല്ലും, ഒരു ചെറിയ ദുആവും ചെയ്യും, എന്നിട്ടേ സുന്നത്ത് സ്കരിക്കാൻ പോവുള്ളൂ. 2 തമ്മിൽ എന്താ വ്യത്യാസം? അതാ അതിന്റെ നിളാമ്. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് മനുഷ്യൻ വേണ്ടാത്തേക്ക് ഓടിപ്പോവുക, നല്ല നഗര എന്ന് പറയുന്നത് പ്രകൃതിയാണ്. അതിനൊന്ന് തടയിടണമെങ്കിൽ മഹാന്മാരായ മുൻഗാമികൾ നമ്മൾക്ക് കാണിച്ചു തന്ന, ചിട്ടപ്പെടുത്തി തന്ന ചില നിളാമുകളുണ്ട്. അത് നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. അതെ. ഇനി ഒരുപാട് ഹദീസുകളും ഒക്കെ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഓതാം. ശരി, ഇന്നിപ്പോ മതി. ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.